പക്ഷെ ഇപ്പോൾ വൈകി കേൾക്കുന്ന കാര്യം ആ ചർച്ച ഇറാന് സ്വീകാര്യമല്ല ഇസ്താംബൂളിൽ വെച്ച് നടക്കുന്ന ചർച്ചയിൽ. കാരണം ഇറാനുമായി അത്ര വലിയ സൗഹൃദമൊന്നും ടർക്കിക്കുണ്ടെന്ന് പറയാനാവില്ല. അതുമാത്രമല്ല, അമേരിക്കൻ ചേരിയുടെ ഭാഗമാണ്, നെയ്റ്റോയുടെ ഭാഗമാണ് തുർക്കി. ഞങ്ങൾ സമ്പുഷ്ടീകരണം ഇപ്പോൾ 60% എത്തി നിൽക്കുന്ന സമ്പുഷ്ടീകരണം വേണമെങ്കിൽ കുറച്ചുകൊണ്ട് വരാം. പക്ഷേ ഒരു കാരണവശാലും നിങ്ങളിപ്പോൾ പറയുന്ന ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണം, അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് സൗകര്യമില്ല. ചർച്ച ഉണ്ട് എങ്കിൽ അത് ഒരുപക്ഷെ ഒമാനിലായിരിക്കാം, അല്ലെങ്കിൽ അവസാന നിമിഷം നിശ്ചയിക്കപ്പെടുന്ന ഒരു വേദിയിലായിരിക്കാം. ആ ചർച്ച ആണവ സമ്പുഷ്ടീകരണം ലേശം കുറച്ചുകൊണ്ട് വരുന്നതിനെക്കുറിച്ച് മാത്രമായിരിക്കും. ആണവ പോർമുനകൾ വഹിക്കുന്ന ഇറാനിയൻ മിസൈലുകൾ തട്ടിലാക്കുന്നത് ആരെയാണ്? യൂറോപ്യൻ രാജ്യങ്ങളെ ഉൾപ്പെടെ. യൂറോപ്പിൽ നിന്നും കേവലം 2000-3000 കിലോമീറ്റർ മാത്രം അകലെയാണ് കിഴക്കൻ യൂറോപ്പിൽ നിന്നും. 3 ആണവ നിലയങ്ങൾ ബോംബ് ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള നിമിഷങ്ങളിൽ നാടകീയമായി ഇറാൻ ഫിസൈൽ മെറ്റീരിയൽസ് ചില രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. അത് സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ്. അത് ഏതാനും കിലോഗ്രാംസ് പലയിടത്തായി സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നു. അതിൻ്റെ മേൽ ഒരു കണ്ണുണ്ടാവണം എന്നാണ് അമേരിക്ക പറയുന്നത്. ഇറാന്റെ ആണവ നിലയങ്ങൾ അമേരിക്കയ്ക്ക് വലിയ നേരിട്ടുള്ള ഭീഷണിയൊന്നുമല്ല ഇറാന്റെ ആണവ പദ്ധതി. പക്ഷേ ഇസ്രയേലിന് നേരിട്ട് ഭീഷണിയാണ്. ഇസ്രയേലിന്റെ രാജ്യത്തിൻ്റെ തന്നെ നിലനിൽപ്പ് ഇതുമായി ബന്ധപ്പെട്ടാണ്. എത്രയെല്ലാം കരാറുകൾ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും രഹസ്യമായിട്ടെങ്കിലും ഇറാൻ അതിൻ്റെ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകും. ഇറാൻ അമേരിക്ക വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പമുണ്ട്. മോഹൻ വർഗീസ് സാർ, ഇറാൻ അമേരിക്ക യുദ്ധത്തിൻ്റെ കാർമേഘം മൂടിയെടുത്ത് സമാധാനത്തിൻ്റെ തെളിഞ്ഞ ആകാശമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യമാകുന്നത്. ഇരു രാജ്യങ്ങളെയും ഒരു മേശയുടെ ഇരുവശത്തും ഇരുത്തുകയാണ് ഖത്തർ, തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ. നാളെ നടക്കുന്ന ചർച്ചയോടെ യുദ്ധഭീതി പൂർണ്ണമായും അകലുമോ? വെള്ളിയാഴ്ച നല്ല ദിവസമെന്നാണല്ലോ പറയുന്നത്. വെള്ളിയാഴ്ച ദിവസം ചർച്ച നടക്കുകയാണ്. ഏതാനും മധ്യസ്ഥരുടെ സാന്നിധ്യത്തിൽ ഈ ഇറാൻ അമേരിക്ക ഫേസ് ഓഫ് ഇത് ഒന്ന് പരിഹരിക്കാനാവുമോ? അവസാന വട്ട ശ്രമങ്ങളാണ്. അതിന് തുർക്കി സന്നദ്ധമായി മുന്നോട്ട് വന്നു. പരമ്പരാഗതമായി ഈ രംഗത്തുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്ന ഇറാൻ ഇസ്രയേലാകട്ടെ, ഇസ്രയേൽ ഹമാസ് ആകട്ടെ, മധ്യസ്ഥ ശ്രമങ്ങൾ പരമ്പരാഗതമായി നടത്തിയിരുന്ന ഖത്തർ മുന്നോട്ട് വന്നു. എന്തിന്, ഒമാൻ പോലും മുന്നോട്ട് വന്നു, ഈജിപ്റ്റ് മുന്നോട്ട് വന്നു. ഈ 4 രാജ്യങ്ങളാണ് മുന്നോട്ട് വന്നത്. തുർക്കിയുടെ പ്രധാന നഗരമായ ഇസ്താംബൂളിൽ വെച്ച് ചർച്ചകൾ നടക്കും എന്നൊരു ധാരണയും പരന്നു. അവിടെ പ്രമുഖ രാജ്യങ്ങൾക്ക് ക്ഷണവുമുണ്ടായി. ഇതോടൊപ്പം തന്നെ ഒന്ന് പങ്കെടുക്കാൻ, മധ്യസ്ഥർ എന്ന രീതിയിലല്ല, പാകിസ്ഥാന് പോലും അവിടെ ക്ഷണമുണ്ടായി. പാകിസ്ഥാൻ, UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഈ പല രാജ്യങ്ങൾക്കും, ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്കും തൊട്ട് ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾക്കുമെല്ലാം ക്ഷണമുണ്ടായി. പക്ഷെ ഇപ്പോൾ വൈകി കേൾക്കുന്ന കാര്യം ആ ചർച്ച ഇറാന് സ്വീകാര്യമല്ല ഇസ്താംബൂളിൽ വെച്ച് നടക്കുന്ന ചർച്ചയിൽ. കാരണം ഈ എർദോഗാൻ എന്ന പ്രസിഡന്റ്, ടർക്കിഷ് പ്രസിഡന്റ്, ഇന്ന് നിലപാടെടുക്കും. ഇറാനുമായി അത്ര വലിയ സൗഹൃദമൊന്നും ടർക്കിക്കുണ്ടെന്ന് പറയാനാവില്ല. അതുമാത്രമല്ല, അമേരിക്കൻ ചേരിയുടെ ഭാഗമാണ്, നെയ്റ്റോയുടെ ഭാഗമാണ് തുർക്കി. അതേസമയം ചില വിഷയങ്ങളിൽ തുർക്കി അമേരിക്കയ്ക്ക് എതിരായ നിലപാടും എടുക്കാറുണ്ട്. റഷ്യയുമായി സൗഹൃദം പുലർത്തുന്ന രാജ്യമാണ് തുർക്കി. അങ്ങനെ ഒരുപാട് വഞ്ചികളിൽ കാല് ചവിട്ടുന്ന ഒരു നയമാണ് തയ്യിബ് എർദോഗാൻ്റേത്. അതുകൊണ്ടാവാം ഒരുപക്ഷെ തുർക്കി വേണ്ട, ഒരുപക്ഷെ ഒമാനിൽ മതിയാകും. ഇറാനുമായി വളരെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ് ഒമാൻ. ഉൾക്കടലിൻ്റെ മറുവശത്ത് കിടക്കുന്ന രാജ്യമാണ് ഒമാൻ. ഒമാൻ വെച്ച് ചർച്ച നടത്തട്ടെ. അതുമാത്രമല്ല, ഈ ചർച്ചയിൽ മറ്റ് രാജ്യങ്ങൾ വേണ്ട. അമേരിക്കയും ഇറാനും നേരിട്ട്, കൃത്യമായി പറഞ്ഞാൽ സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിൻ്റെ പശ്ചിമേഷ്യ ഏജൻ്റാണ് വിറ്റ്കോഫ്. അതുപോലെ തൻ്റെ ഏറ്റവും വിശ്വസ്തൻ, തൻ്റെ മരുമകൻ ജാറഡ് കുഷ്ണർ, ഈ 2 പേരും അമേരിക്കയെ പ്രതിനിധീകരിച്ച് ഉണ്ടാവും. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഉണ്ടാകും. അത് മതിയാകും. അവരുടെ ഡെലിഗേഷൻസ് ഉണ്ടാകും. അത് മതിയാകുമെന്നാണ് ഇപ്പോഴത്തെ ഒരു ചിന്ത. ആത്യന്തികമായി വെള്ളിയാഴ്ച ചർച്ച നടക്കുമ്പോൾ മാത്രമേ ആരെല്ലാം നെഗോഷിയേറ്റിംഗ് ടേബിളിൽ ഉണ്ടാകൂ എന്ന് അറിയാനാവൂ. ഇനി എന്താണ് ചർച്ചയുടെ ഉള്ളടക്കം, ഇതിവൃത്തം? ഒറ്റ കാര്യം ഇറാൻ പറയുന്നു, വൺ ആൻഡ് ഓൺലി തിങ്. അതെന്താണ്? ആണവ വിഷയം. അതാണല്ലോ അമേരിക്കയ്ക്ക് പ്രശ്നമുണ്ടാക്കുന്നത്. എങ്കിൽ തങ്ങൾ സംസാരിക്കാം. നിങ്ങൾക്ക് ഭീഷണിയൊന്നും ഉണ്ടാക്കാൻ ഞങ്ങൾ തയ്യാറല്ല, തയ്യാറാവില്ല. ഞങ്ങൾ ആണവ ആയുധ ഉൽപ്പാദനത്തിന് വേണ്ടിയല്ല, ഞങ്ങളുടെ എനർജി ആവശ്യത്തിന് വേണ്ടിയാണ് ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നത്. ഞങ്ങൾ സമ്പുഷ്ടീകരണം ഇപ്പോൾ 60% എത്തി നിൽക്കുന്ന സമ്പുഷ്ടീകരണം വേണമെങ്കിൽ കുറച്ചുകൊണ്ട് വരാം. പക്ഷേ ഒരു കാരണവശാലും നിങ്ങളിപ്പോൾ പറയുന്ന ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം
മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണം. അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് സൗകര്യമില്ല. അത് ഇറാൻ്റെ മണ്ണിൽ തന്നെ ഉണ്ടാകും. ഇറാൻ്റെ ഊർജ്ജ ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കും. വേണ്ടി വന്നാൽ ഒരു ഡിറ്ററൻറ്റ് എന്ന നിലയിൽ മറ്റ് രാജ്യങ്ങൾ ഇറാനെതിരെ സാഹസം കാട്ടാതിരിക്കാൻ ഉള്ള പ്രതിരോധം എന്ന നിലയിൽ ഉപയോഗിക്കും. ഇന്ത്യയൊക്കെ അങ്ങനെയാണ്. ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസി തന്നെ അങ്ങനെയാണ്. നോ ഫസ്റ്റ് യൂസ് ബേസ്ഡ് ഓൺ മിനിമം ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസ്. ആയുധം കൊണ്ടാക്കി ആക്രമിക്കാനല്ല, മറിച്ച് ആയുധപരമായി മിലിറ്ററിസ്റ്റിക്കായി ഇങ്ങോട്ട് കടന്നുകയറ്റം നടത്താതിരിക്കാനുള്ള ഒരു പ്രതിരോധം എന്ന നിലയിൽ ഡിറ്ററൻറ്റായി ഉപയോഗിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അതാണ് ഇറാൻ്റെ നിലപാട്. അതേസമയം അമേരിക്ക ആഗ്രഹിക്കുന്നത് എന്താണ്? അതോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങൾ ഉണ്ടാകണം. ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലിന്മേൽ ചർച്ചയുണ്ടാകണം. ബാലിസ്റ്റിക് മിസൈൽ ഉൽപ്പാദിപ്പിക്കില്ല എന്നും അതിൻ്റെ നിയന്ത്രണം സംബന്ധിച്ചും ചർച്ചയുണ്ടാകണം. ഇറാൻ പറഞ്ഞു സാധ്യമല്ല. ബാലിസ്റ്റിക് മിസൈൽ വേറൊരു വിഷയമാണ്, വിഷയമല്ലല്ലോ. എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടല്ലോ ബാലിസ്റ്റിക് മിസൈലുകൾ. ഇറാൻ്റെ ഭരണമാറ്റം അത് അടഞ്ഞ അധ്യായമാണ്. ഭരണമാറ്റം കൊണ്ടുവരാൻ അമേരിക്ക ആഗ്രഹിച്ചു. ഇപ്പോൾ ജൈവികമായി ആഭ്യന്തരമായി പ്രക്ഷോഭത്തിലൂടെ ഒരു ഭരണമാറ്റം സാധിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. അപ്പോൾ അതൊരു ചർച്ചാ വിഷയമല്ല. ഇറാൻ പ്രോക്സികളെ വളർത്തുന്നു. എന്താണ്? ഇറാൻ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിൽ ഹൂതികൾ, ഹിസ്ബുള്ള, ഹമാസ് ഇതിനെയൊക്കെ വളർത്തിയെടുക്കുന്നു. ഷിയ മിലിഷ്യാസ്, അതിനെല്ലാം ഫണ്ടിങ് നിർത്തിവെക്കണം. ഇത് അനൗപചാരികം മാത്രമാണ്. ഇറാൻ അതേക്കുറിച്ച് ഗമ എന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ ചർച്ചയുണ്ട് എങ്കിൽ അത് ഒരുപക്ഷെ ഒമാനിലായിരിക്കാം, അല്ലെങ്കിൽ അവസാന നിമിഷം നിശ്ചയിക്കപ്പെടുന്ന ഒരു വേദിയിലായിരിക്കാം. ആ ചർച്ച ആണവ സമ്പുഷ്ടീകരണം ലേശം കുറച്ചുകൊണ്ട് വരുന്നതിനെക്കുറിച്ച് മാത്രമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു കരാർ നേരത്തെ ഉണ്ടായിരുന്നതാണ്. അതെന്തുകൊണ്ട് ഓണർ ചെയ്തില്ല എന്നതൊക്കെ വലിയ ചോദ്യചിഹ്നമാണ്. എന്തിന് വീണ്ടും അതേ ഒരു കരാർ എന്നത് ഒരുപാട് പുരികങ്ങളെ ചൊളിക്കുന്നു. അതുകൊണ്ടാണ് ഉദ്ദേശം യഥാർത്ഥത്തിൽ ആണവ കരാർ മാത്രമല്ല, മറ്റു ചിലതെല്ലാമാണ് ലക്ഷ്യം എന്ന് ചിന്തിക്കാനുള്ള കാരണം അതാണ്. ഇറാൻ 3 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കണം, ആണവ സ്റ്റോക്കുകൾ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണം തുടങ്ങിയവയാണ് ചർച്ചയുടെ പ്രധാന അജണ്ട. ഇറാൻ ഇത് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ചും അമേരിക്ക ഇറാനെ പേടിക്കുന്നത് ആണവായുധത്തിൻ്റെ പേരിലാകുമ്പോൾ. ഇറാൻ യുറേനിയം 235 ഗ്രേഡിൽ സമ്പുഷ്ടീകരിക്കുകയാണ്. അത് എത്രയോ വർഷങ്ങളായി നടക്കുന്ന ഒരു നീക്കവുമാണ്. ചൈനയുടെ നിർലോഭമായ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ട് എന്നത് നിശ്ചയമാണ്. കാരണം ഇറാൻ ആണവ റിയാക്ടറുകളുണ്ട്, ആണവ സജ്ജീകരണങ്ങളുണ്ട്, ആണവ സാമഗ്രികളുണ്ട്, ഫിസൈൽ മെറ്റീരിയലുണ്ട്, യുറേനിയമുണ്ട്, സമ്പുഷ്ടീകരിക്കാനുള്ള ഭാഗികമായ ടെക്നോളജിയുണ്ട്. ഒരു ത്രഷ് ഹോൾഡ് ന്യൂക്ലിയർ പവറാണ് എന്ന് വേണമെങ്കിൽ പറയാം. ചില റിപ്പോർട്ടുകളെങ്കിലും അനുസരിച്ച് 90% സമ്പുഷ്ടീകരിക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യ ഇപ്പോൾ തന്നെ ഇറാൻ്റെ കൈവശം ഉണ്ട്. ഒരു ക്രൂഡ് ബോംബൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഹിരോഷിമ ടൈപ്പ് ബോംബുകളൊക്കെ ആകാം, തയ്യാറെടുപ്പിലാണ് ഇറാൻ. ഇത് ഇറാൻ്റെ ഒരു ഡിറ്ററൻസ് പാരഡൈമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം എന്തുകൊണ്ട് ഇറാനെ സംശയത്തോടുകൂടി അറബ് രാജ്യങ്ങളും ഇസ്രയേലും അമേരിക്കയും എല്ലാം കാണുന്നു എന്ന് പറഞ്ഞാൽ 10ാമത്തെ ആണവശക്തിയായി മാറുകയാണ് ഇറാൻ. ഇപ്പോൾ ലോകത്തെ 5 പ്രഖ്യാപിത ആണവശക്തികൾ ഓൾറെഡി ഉണ്ടായിരുന്നു, 70കളിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ P5 ആണ്. ഐക്യരാഷ്ട്ര സംഘടനയിലെ വീറ്റോ അധികാരമുള്ള 5 സ്ഥിര അംഗങ്ങൾ: അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ. അതിന് പുറമെ പിന്നീട് ആർജിച്ചെടുത്തത് ഇന്ത്യയാണ്. പൊഖ്റാൻ 1998 പൊഖ്റാൻ സ്ഫോടനത്തിലൂടെ ഇന്ത്യ അത് ലോകത്തിന് വെളിപ്പെടുത്തി. 74 തന്നെ ഇന്ത്യ ആണവശക്തിയാണ്. പൊഖ്റാനിൽ ബുദ്ധൻ ഒന്ന് ചിരിച്ചു. 1974 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അപ്പോൾ മുതൽ ഇന്ത്യ ആണവശക്തിയാണ്. പക്ഷേ അത് കുറച്ചുകൂടി സ്ഥിരീകരിച്ചു ജോർജ് ഫെർണാണ്ടസ് പ്രതിരോധ മന്ത്രിയും അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയുമായിരുന്നപ്പോൾ 98 പൊഖ്റാനിൽ വീണ്ടും ബുദ്ധൻ ഒന്നുകൂടി ചിരിച്ചു. അന്ന് മുതൽ ആണവശക്തിയാണ്. തൊട്ട് പിന്നാലെ തന്നെ ചഗായ് ഹിൽസിൽ പാകിസ്ഥാനിൽ ആണവ സ്ഫോടനമുണ്ടായി, ആണവ പരീക്ഷണമുണ്ടായി, 5 പരീക്ഷണമുണ്ടായി. ഇന്ത്യയുടെ 5 പരീക്ഷണത്തിന് ബദലായി പാകിസ്ഥാനിലും 5 പരീക്ഷണങ്ങളുണ്ടായി, ലോ ഈൽഡ് ഡിവൈസ് ഉൾപ്പെടെ ഉണ്ടായി. അപ്പോൾ പാകിസ്ഥാനും ആണവ ക്ലബിൽ ഇരച്ചു കയറി. അൺഇൻവൈറ്റഡ് ഗസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആരും ക്ഷണിക്കുന്നതല്ല, നിങ്ങൾ വരൂ ആണവ ക്ലബിൽ അംഗമാകൂ, അങ്ങനെ ക്ലബ്ബുമില്ല. പക്ഷേ അനൗപചാരികമായി പറഞ്ഞാൽ ആണവ ക്ലബിൽ പാകിസ്ഥാനും അംഗമായി. ഇതിനിടയിൽ എപ്പോഴോ കൊറിയ, നോർത്ത് കൊറിയ, കിം ജോങ് ഉന്നിൻ്റെ നോർത്ത് കൊറിയ ആണവശക്തിയായി മാറി. ആണവശക്തി ഉണ്ട് എന്നത് കേവലം കെട്ടുകേൾവിയല്ല, വലിയ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. അതുമാത്രമല്ല പോർമുനകൾ വഹിക്കാൻ തക്ക ടെക്നോളജി ഉണ്ട്. അവരുടെ സമ്പത്തിന് നല്ലൊരു പങ്ക് സൈനികമായി ബിൽഡപ്പിന് വേണ്ടി ചെലവഴിക്കുന്നു. റഷ്യയുടെ കിഴക്കൻ ഭാഗം, അതുപോലെ ചൈനയുടെ കിഴക്കൻ ഭാഗം, അതുപോലെ കൊറിയ, സൗത്ത് കൊറിയ,
ജപ്പാൻ, ഇവയൊക്കെ തന്നെ അരക്ഷിതമാകുന്ന ഒരു കാലമാണ്. ചൈനയും റഷ്യയും ഒക്കെ സുഹൃത്ത് രാജ്യങ്ങൾ തന്നെയാണ് നോർത്ത് കൊറിയയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ സൗത്ത് കൊറിയ ഭീതിയിലാണ്, വലിയ ഭീതിയിലാണ്. ജപ്പാൻ അമേരിക്കയിലേക്ക് പോലും എത്താൻ, പസഫിക് സമുദ്രം കടന്ന് 17,000 കിലോമീറ്റർ കടന്ന് അമേരിക്കൻ മണ്ണിലേക്ക് പോലും എത്താൻ കഴിയുന്ന മിസൈലുകൾ കൊറിയയ്ക്കുണ്ട് എന്നാണ് കേട്ടുകേഴ്വി. എന്തിനിത്രയും കൊറിയയെക്കുറിച്ച് പറഞ്ഞു? ഇറാൻ ഏതെങ്കിലും കാരണവശാൽ അവരുടെ കയ്യിൽ മിസൈലുകളുണ്ട്, അതേസമയം ആണവ സാങ്കേതിക വിദ്യ കൂടി ഉണ്ട് എങ്കിൽ ആണവ പോർമുനകൾ വഹിക്കുന്ന ഇറാനിയൻ മിസൈലുകൾ തട്ടിലാക്കുന്നത് ആരെയാണ്? യൂറോപ്യൻ രാജ്യങ്ങളെ ഉൾപ്പെടെ. യൂറോപ്പിൽ നിന്നും കേവലം 2,000-3,000 കിലോമീറ്റർ മാത്രം അകലെയാണ് കിഴക്കൻ യൂറോപ്പിൽ നിന്നും. യൂറോപ്യൻ രാജ്യങ്ങളെ, പടിഞ്ഞാറൻ യൂറോപ്പ് വരെ എത്താൻ കഴിയുന്ന മിസൈലുകൾ ഇറാൻ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, ഈ ഇന്ത്യയുടെ മേഖല മുഴുവൻ, ചൈനയുടെ ചില ഭാഗങ്ങൾ എന്നു വേണ്ട ആ പ്രദേശത്തെ ലോകത്തിൻ്റെ കണ്ണായ സ്ഥലങ്ങൾ മിക്കതും അമേരിക്ക വരെ എത്താനുള്ള കഴിവുണ്ടാവില്ല. പക്ഷേ ആ ഒരു കാര്യം 10ാമത്തെ ശക്തി, 9ാമത്തെ ശക്തി ഇസ്രായേലാണ് കേട്ടോ. ഇസ്രായേൽ എല്ലാ കാലത്തും വളരെ കാലമായി ആണവ ശക്തിയാണ്. അവരതേക്കുറിച്ചൊന്നും കൃത്യമായി പറയുന്നില്ല. അവർക്ക് സമ്പുഷ്ടീകരണ സംവിധാനങ്ങളുണ്ട്, അവർക്ക് ആണവ ബോംബുണ്ട്, ചെറിയ തോതിലെങ്കിലും ഉണ്ട്, അവർക്ക് മിസൈലുകളുണ്ട്, പ്രഹരശേഷിയുണ്ട്, വില്ലിങ്നെസ് ഉണ്ട്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ പ്രതിരോധം, ഇസ്രായേൽ എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ആണവ രാജ്യമാണ്. അതുകൊണ്ട് പൂർണ്ണമായി അറബി രാജ്യങ്ങൾക്കോ ഇറാനോ ഇസ്രായേലിനെ അങ്ങ് ആക്രമിച്ച് കീഴടക്കാമെങ്കിൽ അവർ ആണവ ട്രിഗറിൽ പിടിച്ച് വലിക്കും. അതോടെ തീരും, കാര്യങ്ങളെല്ലാം തീരും. അത് സംഭവിക്കാൻ പാടില്ല. ഇറാൻ്റെ ഗവൺമെൻറ് പൂർണ്ണമായി അമേരിക്കയുടെയോ മറ്റ് രാജ്യങ്ങളോ നിയന്ത്രണത്തിൽ നിൽക്കില്ല. അതുകൊണ്ട് അവർ ഏകപക്ഷീയമായ ചില ആണവ തീരുമാനങ്ങൾ എടുക്കും. ഈ ഭീതി കൊണ്ടാണ് ഇറാൻ്റെ ആണവ പ്രോഗ്രാം നിലയ്ക്കണം, അതെന്ത് വില കൊടുത്തും അവസാനിപ്പിക്കണം, ചർച്ചയ്ക്ക് വഴങ്ങിയില്ല എങ്കിൽ ആക്രമണത്തിലൂടെ ആണവ നിലയങ്ങൾ തകർക്കുക, സമ്പുഷ്ടീകരണ കപ്പാസിറ്റി തകർക്കുക, റിയാക്ടറുകൾ തകർക്കുക, ഇതെല്ലാം തന്നെ പദ്ധതിയുടെ ഭാഗമാണ്. അവിടെയാണ് ഇപ്പോൾ നിലവിലുണ്ടല്ലോ ആണവായുധങ്ങൾ. അതാണ് 2025 ജൂണിൽ നടന്ന 12 ദിന യുദ്ധം. ആ യുദ്ധ സമയത്തിന് തൊട്ട് മുൻപ് ബോംബുകൾ, അമേരിക്ക രംഗത്ത് വന്ന് B-2 ബോംബേഴ്സ് ഇറാൻ്റെ 3 ആണവ നിലയങ്ങൾ ബോംബ് ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള നിമിഷങ്ങളിൽ നാടകീയമായി ഇറാൻ ഫിസൈൽ മെറ്റീരിയൽസ് ചില രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. അത് സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ്. അത് ഏതാനും കിലോഗ്രാംസ് പലയിടത്തായി സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നു. അതിൻ്റെ മേൽ ഒരു കണ്ണുണ്ടാവണം എന്നാണ് അമേരിക്ക പറയുന്നത്. ഈ ഡീലിലൂടെ ഉദ്ദേശിക്കുന്ന അതാണ്. അത് അയൽ രാജ്യമായ ഏതെങ്കിലും രാജ്യത്തേക്ക് മാറ്റണം. ഒരുപക്ഷെ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ റഷ്യയിലേക്ക്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ന്യൂക്ലിയർ പവറാണ് റഷ്യ അല്ലെങ്കിൽ ചൈന, ഓൾറെഡി ഒരു പ്രഖ്യാപിത ന്യൂക്ലിയർ രാജ്യത്തിലേക്കല്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റാനാവില്ലല്ലോ. അപ്പോൾ 2 ഓപ്ഷൻസേ ഉള്ളൂ, ഒന്നുകിൽ റഷ്യയിലേക്ക് അല്ലെങ്കിൽ ചൈനയിലേക്ക്. ഒരുപക്ഷെ ഫ്രാൻസ് താല്പര്യമെടുക്കുകയാണെങ്കിൽ ഫ്രാൻസിലേക്ക് മാറ്റാൻ ഇറാനുമായി എക്കാലത്തും അടുത്ത് നിന്ന ഒരു രാജ്യമാണല്ലോ ഫ്രാൻസ്. ഈ ഇറാൻ്റെ അയത്തുള്ള ഖൊമൈനിയൊക്കെ ഫ്രാൻസിൽ വലിയ കാലം പ്രവാസത്തിലായിരുന്നു. അദ്ദേഹമാണല്ലോ പിന്നീട് ഫ്രാൻസിൽ നിന്ന് തിരിച്ചു വന്ന് ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അധികാര സ്ഥാനത്ത് ഇരുന്ന റുഹള്ള ഖൊമൈനി. അതുകൊണ്ട് ഫ്രാൻസ് ഒരുപക്ഷെ രംഗത്ത് വന്നേക്കാം. ഇതൊക്കെ പിന്നീട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഇറാൻ പറയുന്നു, ഞങ്ങൾക്ക് ആണവ ഫിസൈൽ മെറ്റീരിയൽ ഉണ്ട്, അത് ഞങ്ങൾ ഉപയോഗിക്കാൻ തന്നെയാണ്, സമാധാനപരമായി ഉപയോഗിക്കാൻ തന്നെയാണ്, അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തീർത്ത് പറയുന്നു. അപ്പോൾ ചർച്ചകൾ വഴിമുട്ടുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ആണവ വിഷയത്തിൽ തട്ടി ചർച്ചകൾ തകരട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് ഇസ്രയേലാണ്. അറബ് രാജ്യങ്ങൾ ഒരുപക്ഷെ എങ്ങനെയെങ്കിലും നീക്കുപോക്കുകൾ ചെയ്ത്, കാരണം ഇറാനിൽ നിന്നൊരു തിരിച്ചടി ഉണ്ടായാൽ അറബ് ലോകത്തെ സുരക്ഷിതത്വം മുഴുവൻ പാളും. അതുകൊണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇറാൻ്റെ ആണവ നിലയങ്ങൾ, അമേരിക്കയ്ക്ക് വലിയ നേരിട്ടുള്ള ഭീഷണിയൊന്നുമല്ല ഇറാൻ്റെ ആണവ പദ്ധതി, പക്ഷേ ഇസ്രയേലിന് നേരിട്ട് ഭീഷണിയാണ്. ഇസ്രയേലിൻ്റെ രാജ്യത്തിൻ്റെ തന്നെ നിലനിൽപ്പ് ഇതുമായി ബന്ധപ്പെട്ടാണ്. ഇറാൻ ആണവായുധങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ രാജ്യമാണ്, അത് അധികം മുന്നോട്ട് പോകാനാവില്ല. ഇറാനും തീർന്നു പോകും. കാരണം ഇസ്രയേലിൻ്റെ ആണവായുധങ്ങൾ അതിശക്തമാണ്, ഓൾറെഡി ഉണ്ടല്ലോ അവർക്ക്. ഇറാൻ ഒരു ത്രഷോൾഡിൽ മാത്രമാണ്. അതുകൊണ്ട് എങ്ങനെയും ആണവ ചർച്ചയിൽ തട്ടി ഈ ചർച്ച തകരണം. അമേരിക്കയ്ക്ക് പക്ഷേ കുറച്ചുകൂടെ വ്യാപകമായ അർത്ഥത്തിൽ മറ്റ് കാര്യങ്ങളിലേക്കും ഈ ചർച്ച കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ആണവ ചർച്ച ഇപ്പോൾ ഈ നിമിഷം വഴിമുട്ടി നിൽക്കുന്നു. നാളെ നടക്കാനിരിക്കുന്ന വിശദമായ ചർച്ചകളിൽ ആണവ കാര്യത്തിൽ ധാരണ ഉണ്ടായാൽ പോലും മറ്റ് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, എന്താണ് മിസൈൽ കാരണം പറഞ്ഞുകൊണ്ട്, ഹൂതികളുടെയും ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ചർച്ചകളിൽ ഇടങ്കോലിടാൻ അമേരിക്കയ്ക്ക് കഴിയും. ഇസ്രയേലിന് അവിടെയും ഒരു പ്രതീക്ഷയുണ്ട്. അമേരിക്ക ഒരു കാരണവശാലും ഇറാനുമായി ഒരു ധാരണയിൽ ഇപ്പോൾ എത്തണം എന്ന ചിന്ത ഇസ്രയേലിനില്ല. അറബ് രാജ്യങ്ങൾക്കതുണ്ട്, ഇസ്രയേലിനില്ല എന്ന രീതിയിൽ നിൽക്കുകയാണ് ലോകം.
2015 അമേരിക്ക ഇറാനുമായി ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥകൾ തന്നെയാണ് ഇപ്പോഴും അമേരിക്ക ആവശ്യപ്പെടുന്നത്. ആ കരാറിനെയാണ് ആദ്യ തവണ അധികാരത്തിലെത്തിയപ്പോൾ ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കിയത്. ഇപ്പോൾ രണ്ടാം തവണ അധികാരത്തിലെത്തിയ ട്രംപ് അതേ ആവശ്യം ഉന്നയിച്ചാണ് ഇറാനെ ആക്രമിക്കാൻ മുതിർന്നതും. എന്താണ് ശരിക്കും അമേരിക്ക ഇറാനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഇവിടെ ഒരു ഇരട്ടത്താപ്പ് കാണാം. ഒബാമയുടെ കാലത്ത്, ബറാക്ക് ഒബാമയുടെ അമേരിക്കൻ പ്രസിഡൻസിയുടെ കാലത്ത് 2015 ഇറാനുമായി സമഗ്രമായ ഒരു ആണവ കരാർ ഒപ്പിട്ടു. അതനുസരിച്ച് ഇറാൻ്റെ സമ്പുഷ്ടീകരണം കുറച്ചുകൊണ്ട് വരികയും ആണവ നിലയങ്ങൾ IAEA ഇൻസ്പെക്ഷന് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്യണം എന്നൊക്കെയാണ് ധാരണ. ആ ധാരണ അതേക്കുറിച്ച് ട്രംപ് വളരെ ക്രിട്ടിക്കലായിരുന്നു. ട്രംപ് അധികാരത്തിൽ വരുന്നു, 2016 കഴിഞ്ഞപ്പോൾ ട്രംപ് അധികാരത്തിൽ വരുന്നു. 2018 ഏകപക്ഷീയമായി ഇറാൻ അമേരിക്ക ന്യൂക്ലിയർ ഡീലിൽ നിന്നും, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ തന്നെ ട്രംപ് പുറത്തുപോയി. സമാനമായ ഒരു ആണവ കരാറാണ് ട്രംപ് കൊണ്ടുവരുന്നതെങ്കിൽ എന്താണ് അതിനൊരു പുതുമ? എന്തിന് പിന്നെ അന്ന് ആണവ കരാറിൽ നിന്നും അമേരിക്ക എന്തിന് വാക്കൗട്ട് നടത്തി? ഈ ചോദ്യം സ്വാഭാവികമായി ആളുകൾ ചോദിക്കില്ലേ? അതേ ചോദ്യം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനുള്ള ഉത്തരമെന്ന് പറയുന്നത് ഇവിടെ ആണവ കരാർ മാത്രമല്ല, ആണവ കരാറിൽ തുടങ്ങി. കാരണം ഈ അറബ് രാജ്യങ്ങളെ ഒന്ന് കൺവിൻസ് ചെയ്യണമെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ വഴി. ഇപ്പോൾ ഹൂതികളെയും ഹിസ്ബുള്ളയെയും ഒന്നും ഫണ്ട് ചെയ്യരുതെന്നും പറഞ്ഞാലൊന്നും അറബ് രാജ്യങ്ങൾ ഒരുപക്ഷെ അതൊക്കെ നമ്മുടെ വിഷയമല്ല എന്നവർ പറയും. പക്ഷേ ആണവ പദ്ധതി അറബ് രാജ്യത്തെ ജനതകൾക്കൊക്കെ വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇറാൻ ഏതെങ്കിലും തർക്കത്തിൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെ ഏതെങ്കിലും കാരണവശാൽ ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ തുർക്കി ആശങ്കയിലാണ്, സൗദി അറേബ്യ ആശങ്കയിലാണ്. അങ്ങനെ ആശങ്കയിലായ ഇസ്ലാമിക രാജ്യങ്ങളെ, അറബി ഇസ്ലാമിക രാജ്യങ്ങളെയും തുർക്കിയുമൊക്കെ ഒരുമിച്ച് നിർത്താനുള്ള ഏക വഴി ഇറാൻ എന്ന ആണവ രാജ്യത്തെ, ആണവ വിപത്തിനെ ചൂണ്ടിക്കാണിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ട്രംപ് വീണ്ടും ഈ ആണവം എന്ന കാര്യം പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു ആണവ വിഷയമല്ല. ഇറാൻ ഇപ്പോഴും ന്യൂക്ലിയർ ആയുധങ്ങൾ പൂർണ്ണമായി കൈവശപ്പെടുത്തി എന്ന് പറയാനാവില്ല. പക്ഷേ അത് ഒരു ചർച്ചയിലൂടെ ഒരു കാരണവശാലും ഇറാൻ അതിനെ ലിമിറ്റ് ചെയ്യും എന്ന് ഇപ്പോൾ കരുതുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇറാൻ്റെ സുരക്ഷാ പാരഡൈമിൽ ന്യൂക്ലിയർ ഡിറ്ററൻസ് അല്ലാതെ മറ്റൊരു ഡിറ്ററൻസും ബാധകമാവില്ല. അമേരിക്കൻ വാർഷിപ്സ്, അമേരിക്കൻ സൈനിക സന്നാഹം ഇറാൻ ചുറ്റുപാടും ഉള്ളപ്പോൾ ഫയർ പവറിൽ, ഏറിയൽ സുപ്രമസിയിൽ ഇറാന് പിടിച്ചു നിൽക്കാനാവില്ല. ഇറാൻ്റെ സൈന്യം വളരെ സ്ട്രോങ് ആയിരിക്കാം, കരസൈന്യം. പക്ഷേ ഇറാൻ്റെ വ്യോമസേന വീക്കാണ്. കാര്യമായ പുതുക്കലുകൾ വിമാനങ്ങൾക്കുണ്ടായിട്ടില്ല. ഈ മിസൈലുകൾ മാത്രം വെച്ചുകൊണ്ട് ശത്രുവിനെ പ്രഹരിക്കാമെന്നല്ലാതെ ഒരു ശത്രുവിനെയും പൂർണ്ണമായി തടഞ്ഞു നിർത്താൻ മിസൈൽ കൊണ്ട് കഴിയില്ല. അത് കഴിയുന്നത് ഫൈറ്റർ പ്ലെയിൻസ് വേണം, അതിശക്തമായ ആണവ സംവിധാനമുണ്ടെങ്കിൽ, ആയുധം പ്രയോഗിക്കുമെന്ന ഭീഷണി ഉണ്ടെങ്കിൽ ആരും ഇറാനെ കടന്നു കയറി ആക്രമിക്കില്ല. അതുകൊണ്ട് എത്രയെല്ലാം കരാറുകൾ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും രഹസ്യമായിട്ടെങ്കിലും ഇറാൻ അതിൻ്റെ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ നാടകമെല്ലാം കളിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ എല്ലാം മറുപുറത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ നാടകം ലോകത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ എല്ലാ അവസരവും ഇറാന് കൊടുത്തു, ഇറാൻ നന്നാകാനൊരു അവസരം കൊടുത്തു, ആണവ ചർച്ചയ്ക്കുള്ള അവസരം കൊടുത്തു, എല്ലാ കാര്യങ്ങളും നമ്മുടെ നെഗോഷിയേഷന് വേണ്ടി മധ്യസ്ഥരുണ്ടായി, ഇതെല്ലാം ഉണ്ടായി. അപ്പോഴും ഇറാൻ പിടിവാശിയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആക്രമിക്കേണ്ടി വന്നു. ഒരുപക്ഷെ ആക്രമണത്തിലൂടെ ഇറാൻ്റെ പൂർണ്ണമായ ആണവ സാങ്കേതിക വിദ്യ പരിപൂർണമായി ഡെൻറ്റ് ചെയ്യുകയും ഇനി അടുത്ത 20 വർഷത്തേക്കെങ്കിലും ആണവ പദ്ധതിയുമായി ഇറാന് മുന്നോട്ട് പോകാനാവാത്ത രീതിയിൽ ഗ്രൗണ്ട് റിയാലിറ്റീസ് റെഡിയാക്കിയെടുക്കുകയും ചെയ്യുക എന്നൊരു വിശാല പദ്ധതി ഒരുപക്ഷെ ഇതിന് മുന്നിൽ കാണാം. ഇപ്പോൾ അറബി രാജ്യങ്ങളൊക്കെ പറയുന്ന ഏതെങ്കിലും ഇറാൻ ഒരു മുഖം രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു 3 വർഷത്തേക്ക് ഇറാൻ അതിൻ്റെ ആണവ പദ്ധതികൾ നിർത്തിവയ്ക്കുക, ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കുക. അപ്പോൾ 3 വർഷത്തേക്ക് ഓക്കെ ആണല്ലോ. പിന്നീട് ചർച്ചകളിലൂടെ എല്ലാ സ്ഥിതിഗതികളെല്ലാം ശാന്തമാവുക. ഇതൊന്നും നടക്കുന്ന ലക്ഷണമില്ല. ഇപ്പോഴത്തെ റെജീം, അയത്തുള്ള അലി ഖൊമേനി നയിക്കുന്ന റെജീം, ഒരുപക്ഷെ അയത്തുള്ള അലി ഖൊമേനിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ മുജ്തബ ഒരുപക്ഷെ അധികാരത്തിൽ വന്നേക്കാം, പരമോന്നത നേതാവായി, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വന്നേക്കാം. അപ്പോഴും ഈ രീതി മാറുന്നില്ല. IRGC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ ഉറപ്പായും തുടരും. ആ രീതിയിലുള്ള ഒരു സംവിധാനം തീർച്ചയായും പ്രതിരോധത്തിന് വേണ്ടി ആണവ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമെന്നത് നിസ്സംശയമാണ്. അപ്പോൾ പിന്നെ പുറമേ ഉള്ള ഏക മാർഗം ആണവ പോർമുനകളെ പൂർണ്ണമായി നശിപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണം ഉണ്ടാവുക.
അതിനുശേഷം ദുർബലമാകുന്ന ഇറാനിലേക്ക് ഒരു ഭരണമാറ്റം കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനുള്ളിൽ നിന്ന് തന്നെ ഒരു സൈനിക വിപ്ലവത്തിലൂടെ ആ ഭരണകൂടത്തെ അട്ടിമറിക്കുക. ഇതൊക്കെ തന്നെയാണ് അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സ്. അത് എങ്ങനെയാണ് നടത്തി എടുക്കുക എന്നറിയില്ല. കാരണം ഈ രൂപത്തിൽ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയാൽ കഴിഞ്ഞ ഗവൺമെൻറ് എന്താണോ, അതായത് അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒന്നാം സർക്കാർ എന്താണോ അനുഭവിച്ചത് അതേ സാഹചര്യം തന്നെയല്ലേ ഇപ്പോഴും. അതുകൊണ്ട് പുതിയൊരു കരാറിന് യാതൊരു പ്രസക്തിയും ഈ ഘട്ടത്തിൽ കാണാനാവില്ല. കഴിഞ്ഞ കരാറിലില്ലാത്ത ഒരു പുതിയ കാര്യവും ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെയെങ്കിൽ എന്തിനാണ് കരാർ? അപ്പോൾ ഇതൊരു വലിയ കണ്ണിൽ പൊടിയിടുന്ന ഒരു വിദ്യയായിട്ട് മാത്രമേ ഈ കരാറിൻ്റെ കുറിച്ച് കാണാനാവൂ. പക്ഷേ ഈ കരാറിൻ്റെ ബലത്തിൽ ചർച്ച ചെയ്യുമ്പോൾ, ആണവ കരാറിൻ്റെ ഒരു മുഖ്യ അജണ്ടയായി ചർച്ച ചെയ്യുമ്പോൾ മറ്റു ചില കാര്യങ്ങളിൽ ധാരണയാകാനാവുമോ, അതുമാത്രമാണ് വിഷയം. ഇറാൻ പറയുകയാണ്, ഇനി മേലാൽ ഞങ്ങൾ ഒരു മിലിഷ്യകൾക്കും സഹായം നൽകില്ല എന്ന് പറയുന്നു. അത് അനുസരിക്കാൻ ചില ഉറപ്പുകളും നൽകുന്നു. എങ്കിൽ ഒരു പക്ഷേ ചെറിയ രീതിയിൽ മനം മാറ്റം ഉണ്ടായേക്കാം. ഇസ്രയേലിൻ്റെ പൂർണ്ണമായ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ചില തീരുമാനങ്ങൾ ആ കരാറിൻ്റെ ഭാഗമായി ഉണ്ടായാൽ, ചർച്ചയുടെ ഭാഗമായി ഉണ്ടായാൽ ഒരുപക്ഷെ താൽക്കാലികമായി ഒരു യുദ്ധം ഒഴിവായി പോകാം. അല്ലാതെ ആണവ വിഷയത്തിൽ ഒരു യുദ്ധം ഒഴിവാകുമെന്ന പ്രതീക്ഷ ഇപ്പോൾ ഇല്ല എന്നതാണ് എൻ്റെ ഒരു നിരീക്ഷണം.